ഹലോ നമസ്കാരം. സൈലം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മുടെ സൈലം PSC CPO പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിന്റെ ഒരു റെക്കോർഡഡ് ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ബാച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ആ 20 മാർക്കിൽ എങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സ്ട്രാറ്റജിയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 20 മാർക്കിന്റെ റെക്കോർഡഡ് ബാച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം 10-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 799 രൂപയാണ്. നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി 6 മാസമാണ്. കോഴ്സ് വാലിഡിറ്റി നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ വിവരങ്ങളും മറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ 9995100800 എന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കുണ്ട്. BNS, BNSS, BSA, കേരള പോലീസ് ആക്ട്, പോക്സോ ആക്ട്, RT ആക്ട്, നമ്മുടെ NDPS, IT ആക്ട് എന്നിവയാണ് പഠിക്കാനുള്ളത്. 20 മാർക്കാണ് മൊത്തം നമുക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഏപ്രിൽ 10 മുതലാണ് നമ്മൾ ബാച്ച് ആരംഭിക്കുക. കംപ്ലീറ്റ് റെക്കോർഡഡ് ബാച്ച് ആയിരിക്കും. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ആധികാരികമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈസി ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 20 മാർക്ക് നമ്മൾ ഒരുപാട് കുട്ടികൾ നമ്മൾ പറയാറുണ്ട് 20 മാർക്കിനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര പാടാണ്, നിയമങ്ങളാണ്, അത് എങ്ങനെ പഠിക്കും എന്നൊക്കെ ഒരുപാട് പേർക്ക് പറയാറുണ്ട്. അതേപോലെ ചില ആൾക്കാർ എന്ത് ചെയ്യാണ് 20 മാർക്ക് സ്കിപ്പ് ചെയ്ത് ബാക്കി 80 മാർക്കിനുള്ള കാര്യങ്ങൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് വരാം എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഈ 20 മാർക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് റാങ്ക് നിർണ്ണയിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ആ 20 മാർക്ക് ആ പ്രാധാന്യത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ നമുക്കുള്ളത് നമുക്ക് BNS നമുക്കുണ്ട്. BNS നേരത്തെ IPC ആയിരുന്നു, അത് മാറി നമുക്കിപ്പോൾ എന്താണ് BNS ആണ്. അതേപോലെ BNS നമുക്ക് എത്ര മാർക്ക് 4 മാർക്കിന് പഠിക്കാൻ നമുക്കുണ്ട്. നേരത്തെ നമുക്ക് CRPC ആയിരുന്നു, CRPC മാറിയിട്ട് നമുക്ക് BNSS ആണ്, 3 മാർക്കിന് നമുക്ക് പഠിക്കാൻ നമുക്കുണ്ട്. പിന്നെ നമുക്കുള്ളത് BSI ആണ്, നേരത്തെ എവിഡൻസ് ആക്ട് ആയിരുന്നു, 2 മാർക്ക് നമുക്ക് പഠിക്കാനായിട്ട് നമുക്കുണ്ട്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് കേരള പോലീസ് ആക്ട് ആണ് നമുക്കുള്ളത്, 3 മാർക്ക് നമുക്ക് പഠിക്കാനുണ്ട്. RTI ആക്ട് നമുക്ക് പഠിക്കാൻ നമുക്കുണ്ട്, 2 മാർക്കാണ് നമുക്കുള്ളത്. NDPS നിയമം നമുക്ക് പഠിക്കാനുണ്ട്, 2 മാർക്കാണ് നമുക്കുള്ളത്. പോക്സോ നിയമം നമുക്ക് പഠിക്കാനുണ്ട്, 2 മാർക്കുണ്ട്. IT ആക്ട് നമുക്ക് പഠിക്കാനുണ്ട്, അതും 2 മാർക്കാണ് നമുക്കുള്ളത്. അങ്ങനെ മൊത്തം 20 മാർക്കാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ 20 മാർക്കിൽ നമ്മുടെ ഈ പറഞ്ഞ കേരള പോലീസ് ആക്ട്, RTI, NDPS, പോക്സോ, IT ആക്ട് ഇതാണ് ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, ഇതിനകത്ത് ഈ പറയുന്ന ഓരോ മേഖലയിൽ നിന്ന് എത്ര മിനിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, എത്ര മിനിമം മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ്. അതായത് ഇത്രയും മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ കേരള പോലീസ് ആക്ടിനകത്ത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. 1-2 പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് അവസാനം പറയുന്ന കുറച്ച് വകുപ്പുകൾ മാത്രമേ എന്തുള്ളൂ, ആ ഒരു കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മാത്രമേ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ കേരള പോലീസ് ആക്ടിൽ നമുക്ക് 3 മാർക്കിൽ മിനിമം ഒരു 2 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. 3 മാർക്കിൽ മിനിമം 2 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, RT ആക്ട് നമുക്ക് 4 വകുപ്പേ പഠിക്കാനുള്ള, 2F, 8, 9, 11. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചോദിച്ചു കഴിഞ്ഞു, 10th ലെവലിന്റെയും +2 ലെവലിന്റെയും മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റും. NDPS 2 മാർക്കാണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഒന്ന് ടൈറ്റ് ആകാവുന്നതാണ്. 2ൽ 1 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാവുന്നതാണ്. പോക്സോ ആക്ടും കുറച്ചേ ഉള്ളൂ, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ തന്നെ ഉണ്ട്. അത് മാത്രം പഠിച്ചാൽ നമുക്ക് പഠിച്ചെടുക്കാൻ നമുക്ക് സിമ്പിൾ ആണ്. 2ൽ 2 മാർക്കും. IT ആക്ടും 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. അപ്പൊ നമുക്ക് മൊത്തം നമുക്ക് 3, 2, 5, 5, 6, 11. 11ൽ നമുക്ക് 2, 2, 4, 8, 9 മാർക്ക്. 11ൽ 9 മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചെടുക്കാം. പിന്നെ നമുക്കുള്ളതാണ് ഈ BNS, BNSS, BSA. ഇഷ്ടംപോലെ വകുപ്പുകൾ നമുക്ക് അതിനകത്ത് പഠിക്കാം. ഇഷ്ടംപോലെ വകുപ്പുകൾ പഠിക്കാറുണ്ട്. ഓക്കെ, ആ വകുപ്പുകൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ SIയുടെയും അതേപോലെ തന്നെ CPOന്റെ പരീക്ഷകൾക്ക് നമുക്ക് BNSുമായി ബന്ധപ്പെട്ടും BNSSും BSA പുതിയ നിയമങ്ങൾ അനുസരിച്ചായിരുന്നു. വലിയ കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു സെലക്റ്റീവ് സ്റ്റഡി മാത്രം നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മിനിമം മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാം. BNSSൽ നമ്മൾ അത്യാവശ്യം ഒന്ന് പഠിക്കുകയാണെങ്കിൽ 2 മാർക്ക് മിനിമം നമുക്ക് സ്കോർ ചെയ്യാം. BNSSന് നമുക്ക് അതേപോലെ തന്നെ 1 മുതൽ 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാവുന്നതാണ്. BSA നമുക്ക് മിനിമം 1 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി കുറച്ചുകൂടെ ലെവലിൽ നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് BNSന് 1 മാർക്ക് കൂടെ എന്ത് ചെയ്യാവുന്ന കൂട്ടിയിടാം, 1 മാർക്ക് കൂടെ കൂട്ടിയിടാം. ഓക്കെ, അപ്പൊ നമുക്ക് 2, 2, 4 ഇവിടെ അല്ലെങ്കിൽ അത്രയാണ് 5 മാർക്ക്. അപ്പൊ 4 മുതൽ 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 6 മാർക്ക്, 4 മുതൽ 6 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. 4 മുതൽ 6 മാർക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പൊ നോക്കട്ടെ, നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് BNS, BSA അതേപോലെ തന്നെ BNSS ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് എത്ര മാർക്ക്, നമുക്ക് 9 മാർക്ക് ഉള്ളതിനകത്ത് 4 മുതൽ 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടും കൂടെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൊത്തം നമുക്ക് ഒരു 13 മുതൽ 15 മാർക്ക് നമുക്ക് മിനിമം നമുക്ക് 20 മാർക്കിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മിനിമം ഇത്രയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് അത്രയും മാത്രമൊന്നല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 18, 19 മാർക്കൊക്കെ വാങ്ങിയ കുട്ടികളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് മിനിമം ഇത്രയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മൾ 80 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 80-ൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ഓഫ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് പോകാൻ. കട്ട് ഓഫിനെ കുറിച്ച് ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ വിടരുത്. സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണം. ഇത്രയും മാർക്കെങ്കിലും മിനിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക്, ഇതിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സൈലം PSCയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് ഏപ്രിൽ 10-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ക്ലാസ്സുകളും കാര്യങ്ങളും കണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാവുന്നതാണ്. അടുത്ത നിങ്ങളുടെ യൂണിഫോം പോസ്റ്റ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിറവേറാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു.